ഒരിടവേളയ്ക്ക് ശേഷം അതിഥി തൊഴിലാളികൾ തിരികെ കേരളത്തിലേക്ക് എത്തി തുടങ്ങി. നാട്ടിൽ പോയി 1.5 മാസം കഴിഞ്ഞിട്ടും തൊഴിലാളികൾ തിരിച്ചെത്താതായതോടെ ഹോട്ടലുകളും വ്യവസായങ്ങളും നിർമ്മാണ മേഖലയും ഒക്കെ പ്രതിസന്ധിയിലായിരുന്നു. ഇന്നലെ വൈകുന്നേരം അന്ത്യോദയ എക്സ്പ്രസ് ആലുവയിലെത്തിയപ്പോഴുള്ള കാഴ്ചയാണിത്. അസം, ഒഡീഷ, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളുടെ കൂട്ടത്തോടെയുള്ള മടങ്ങിവരവാണ്. ദീർഘദൂര ട്രെയിനുകളിൽ ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഗ്യാസിന്റെ ക്ഷാമം മൂലം പ്രതിസന്ധി അനുഭവിക്കുന്ന ഹോട്ടലുകൾക്ക് കൂനിന്മേൽ കുരു എന്ന നിലയിലായിരുന്നു തൊഴിലാളികളുടെ നാട്ടിലേക്കുള്ള പോക്ക്. വ്യവസായശാലകളിലും നിർമ്മാണ മേഖലകളിലും തൊഴിലാളികളില്ലാത്തത് വൻ തിരിച്ചടിയായി. കാർഷിക മേഖലയെയും സാരമായി ബാധിച്ചു. പല തൊഴിലുടമകളും ടിക്കറ്റ് വരെ എടുത്തു നൽകിയെങ്കിലും പലരും തിരിച്ചുവരാൻ തയ്യാറായില്ല. ഗ്യാസിൻ്റെ ഒരു പ്രശ്നം വന്ന്, പിന്നെ തൊഴിലാളികളുടെ പ്രശ്നം മെയിനായിട്ട്. ഇപ്പോഴും നമുക്ക് സാധനങ്ങളുടെ വില കൂടിയതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഹോട്ടലിപ്പം നിർത്തിപ്പോകേണ്ട ഗതികേടായ. സ്റ്റാഫിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പം സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഈ പൂട്ടിയ ഹോട്ടലൊക്കെ തുറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം വില ഭയങ്കരമായിട്ട് കൂടി. അത് കാരണം ഒരു പ്രശ്നമുണ്ട്. തൊഴിലാളികളുടെ പ്രശ്നം ഏകദേശം ഈ മാസം കൊണ്ട് ക്ലിയർ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അസം, പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പുകളും ബക്രീദും കഴിഞ്ഞതോടെയാണ് തൊഴിലാളികൾ വീണ്ടും വന്നു തുടങ്ങിയത്. ഇനിയും വൈകിയാൽ തൊഴിൽ നഷ്ടമാകുമോ എന്ന ആശങ്കയും തൊഴിലാളികൾക്കിടയിൽ പ്രചരിച്ചു. നിർമ്മാണ മേഖലയും ഹോട്ടലുകളും പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ് പ്രതീക്ഷ. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.